ജമാഅത്തെ ഇസ്ലാമി വാരികയായ പ്രബോധനത്തിലെ ബംഗ്ലാദേശ് അനുകൂല അഭിമുഖങ്ങൾക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. ഭാരത വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബംഗ്ലാദേശ് നേതാക്കളുടെ അഭിമുഖങ്ങളാണ് പ്രബോധനം നിരന്തരമായി പ്രസിദ്ധീകരിച്ചത്. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അധ്യക്ഷൻ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ, നജീബുർ റഹ്മാൻ നിസാമി എന്നിവരുടെ അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിച്ചതിലാണ് അന്വേഷണം. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അധ്യക്ഷൻ ഷഫീഖുർ റഹ്മാൻ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ചത് 2026 ജനുവരി 30-ന്. ഭാരതത്തിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന ഷഫീഖുർ റഹ്മാന്റെ പ്രസ്താവന ഉൾപ്പെടുന്ന അഭിമുഖം 2024 സെപ്റ്റംബർ 6-ലും നൽകിയിരുന്നു. തുർക്കിഷ് ഇസ്ലാമിക മീഡിയ നെറ്റ്വർക്കായ TRT വേൾഡിന് നൽകിയ അഭിമുഖത്തിന്റെ മലയാളം പരിഭാഷയായിരുന്നു ഇത്. ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധ കലാപത്തെയും മനസാക്ഷിയില്ലാത്ത അതിക്രമങ്ങളെയും വെള്ളപൂശുന്നതായിരുന്നു അവ. തൂക്കിലേറ്റിയ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി മുൻ അധ്യക്ഷൻ മുഫ്തി ഉർ റഹ്മാൻ നിസാമിയുടെ മകൻ നജീബുർ റഹ്മാൻ നിസാമി ഖത്തറിലെ അൽ ജസീറ ചാനലുമായി നടത്തിയ അഭിമുഖവും പ്രബോധനം പ്രസിദ്ധീകരിച്ചിരുന്നു. പുറത്ത് പ്രഖ്യാപിതമായ മതരാഷ്ട്രവാദവും ഭാരതവിരുദ്ധ നിലപാടുകളും തുടരുന്ന ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ അഭിമുഖങ്ങൾ നിരന്തരം പ്രബോധനത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിൽ പ്രത്യേക അജണ്ടകൾ ഉണ്ട് എന്നാണ് വിമർശനം. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ നിലപാടുകൾ ആവർത്തിക്കുന്ന സൃഷ്ടികൾ പ്രസിദ്ധപ്പെടുത്തുന്ന നടപടികൾ കേന്ദ്ര ഏജൻസികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീൻ ജമാഅത്തെ അനുകൂല സംഘടനയാണെന്നും സ്വതന്ത്ര കാശ്മീരിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും നേരത്തെ പ്രബോധനം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 2 തവണ നിരോധിക്കപ്പെട്ട വാരിക കൂടിയാണ് പ്രബോധനം. അതേസമയം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന് പ്രഖ്യാപിച്ച് അവരുമായി കൈകോർക്കുകയാണ് VD സതീശനും UDF-ഉം. എന്നാൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും മാറ്റമുണ്ടായിട്ടില്ല എന്ന് മുതിർന്ന ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ പ്രസംഗങ്ങൾ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. ജനം, കൊച്ചി.